السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية وادخلي في عبادي وادخلي جنتي. മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ മരണം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് സൂറത്ത് ഫുസ്സിലത്തിലെ 30, 31, 32 ആയത്തുകൾ നമ്മൾ ചർച്ച ചെയ്തത്. ഒരു മനുഷ്യൻ്റെ അന്ത്യം എങ്ങനെയാണ്, അതനുസരിച്ചു കൊണ്ടാണ് അവൻ്റെ ഭാവി തീരുമാനിക്കപ്പെടുക. ഒരു യുദ്ധത്തിൽ 10 മുസ്ലിമാണെന്ന് നടിക്കുകയും ഉള്ളിൽ കാപ്പട്യം മറച്ചു വെക്കുകയും ചെയ്ത ഒരാൾ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. ആ യുദ്ധത്തിൽ അയാൾ പങ്കെടുത്തു എന്ന് മാത്രമല്ല, വളരെ ധീര ശൂര പരാക്രമിയായി ശത്രുക്കളോട് പോരാടി അയാൾ മാരകമായ മുറിവുകൾ ഏറ്റുകൊണ്ട് നിൽക്കുന്ന സന്ദർഭം, അയാൾ യുദ്ധത്തിൽ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ, ശത്രുക്കളെ കാണുമ്പോൾ ശത്രുക്കൾക്ക് നേരെ ചാടി വീണ് അവർക്കെതിരെ പ്രതിരോധം തീർത്ത് അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാളി. ആ പോരാളിയെ കണ്ട സന്ദർഭത്തിൽ സഹാബത്ത് പോലും പറയാണ്, എന്തൊരു പോരാളി, ജരീഉൻ, എന്തൊരു ധൈര്യശാലി എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ ധൈര്യത്തെക്കുറിച്ച്, അയാളുടെ യുദ്ധ പോരാട്ടത്തെക്കുറിച്ച്, യുദ്ധവീര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്നഹു മിൻ അഹ്ലിന്നാർ, അയാൾ നരകാവകാശിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബി താണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല, ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയല്ല. അവസാനം എന്ത് സംഭവിച്ചു? അയാൾ ആ പോരാട്ടത്തിൽ മുറിവേറ്റ് വേദന സഹിക്കാൻ കഴിയാതെ വാള് തിരികെ വെച്ചുകൊണ്ട് അതിൽ മലർന്നു കടന്ന് ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. അവിടെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. ഒരു മനുഷ്യന്റെ അന്ത്യം തീരുമാനിക്കപ്പെടുന്നത്, അവൻ നല്ലവനാണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത് അവൻ്റെ അവസാനത്തെ നിമിഷങ്ങൾ, കർമ്മങ്ങൾ എങ്ങനെയായി എന്നുള്ളത് കൊണ്ടാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഹദീസ് അവിടെയാണ്. അള്ളാഹു നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഒരു മനുഷ്യൻ ഹുസ്നുൽ ഖാത്തിമത്തോടു കൂടി മരിച്ചു എന്നുള്ളതിൻ്റെ ചില അടയാളങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട്. അതിൽപ്പെട്ട 5 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. മിൻ അലാമാതി ഹുസ്നുൽ ഖാത്തിമത്തി മിനസ് സുന്നത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിൽ നിന്നും ഹുസ്നുൽ ഖാത്തിമത്തിൻ്റെ, ഒരാളുടെ അന്ത്യം നല്ല രൂപത്തിലായിരുന്നു എന്നുള്ളതിൻ്റെ അടയാളത്തിൽ പെട്ടതാണ് അൽ ഹദീസുൽ അവ്വലു, ഒന്നാമത്തെ ഹദീസ്, അൻ മുആദിൻ റളിയല്ലാഹു അൻഹു ഖാൽ قال رسول الله صلى الله عليه وسلم من كان آخر كلامه من الدنيا لا إله إلا الله دخل الجنة. حديث رواه أبو داود والحاكم. ഇമാം അബൂ ദാവൂദും ഹാക്കിമും നിവേദനം ചെയ്ത ഹദീസിൽ, ഈ ഹദീസ് നമ്മളെപ്പോഴും കേട്ടതാണ്, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം കിട്ടിയവൻ, അത് ഹുസ്നുൽ ഖാത്തിമത്തിൻ്റെ, നല്ല മരണം നടന്നതിൻ്റെ അടയാളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അള്ളാഹു നമുക്ക് ഹുസ്നുൽ ഖാത്തിമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. രണ്ടാമത്തെ ഒരു ഹദീസ്, അൻ ബുറൈദത്ത് ബിനുൽ ഹുസൈനി റളിയല്ലാഹു അൻഹു ഖാല സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്,
മൗത്തുൽ മുഅ്മിനി ബിയർഖിൽ ജബീൻ അഖ്റജഹു അഹ്മദു വൻ-നസാഇ വത്തിർമിദി. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇമാം നസാഇ റളിയല്ലാഹു അൻഹു, ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു, മറ്റുള്ള ഹദീസ് പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ കാണുന്ന ചില ശാരീരികമായ അടയാളങ്ങൾ, അതിൽപ്പെട്ടതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ഹുസ്നുൽ ഖാത്തിമത്തോടു കൂടി മരിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ് അവൻ്റെ നെറ്റിയിൽ മരിച്ച ഉടനെ വിയർപ്പിൻ്റെ ഗണങ്ങൾ ഉണ്ടാകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അത് ശാരീരികമായ ഒരു അടയാളമാണ്, നെറ്റിയിൽ വിയർപ്പിൻ്റെ ഗണങ്ങൾ ഉണ്ടാകും. മൂന്നാമത്തെ ഒരു ഹദീസ്, അൽ ഹദീസ് സാലിസു വൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅത്തി ഔ ലൈലത്തൽ ജുമുഅത്തി ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തൽ ഖബരി. വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാത്രിയിലോ ഒരാൾക്ക് മരിക്കാൻ ഭാഗ്യം കിട്ടിയാൽ അവനിക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് മോചനമുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നാലാമത്തെ വമിൻ അലാമാത്തി ഹുസ്നുൽ ഖാത്തിമത്തി, ഹുസ്നുൽ ഖാത്തിമത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അൻ യമൂത അലാ ത്വാഅത്തിൻ മിൻ ത്വാഅത്തില്ലാഹ്. ഒരു ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കെ ആ ഇബാദത്തിലായി ഒരാൾ മരണപ്പെടുക, നിസ്കാരത്തിലായി മരണപ്പെടുക, നോമ്പുകാരനായി മരണപ്പെടുക, ഹജ്ജിലും ഉംറയിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മരണപ്പെടുക, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രക്തസാക്ഷിയാവുക, അതുപോലെ അള്ളാഹുവിൻ്റെ ദീനി ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മരണം സംഭവിക്കുക. അങ്ങനെ ദിക്ർ ചൊല്ലിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ മരിക്കുക, സുജൂദിലായി മരിക്കുക. ഞാൻ ഒരു ദിവസം ഹറമിൽ വെള്ളിയാഴ്ച 27-ാം രാവിൻ്റെ അന്ന് ഫഹദ് ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ ജുമാക്ക് ബാങ്ക് കൊടുത്തിരിക്കുന്നു. ആ ജുമാക്ക് ബാങ്ക് കൊടുത്ത് ആ സുന്നത്ത് നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ സുജൂദിൽ കിടന്ന് എൻ്റെ തൊട്ടടുത്ത ഒരാൾ മരണപ്പെട്ടു. അയാൾ ഒരു സൗദി പൗരനോ അതല്ലെങ്കിൽ ഒന്നുമല്ല, ഏതോ ഒരു കറുത്ത വർഗക്കാരൻ സുജൂദിലാണ്ട് കിടന്നിട്ട് അങ്ങനാണ്ട് മരിച്ചു, അങ്ങനാണ്ട് പോയി. എന്തോ ഒരു മരണം. ഹറം, അതും വെള്ളിയാഴ്ച 27-ാം രാവിൻ്റെ അന്ന്. അങ്ങനെ ഒരു ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കെ ഒരാൾ മരിക്കുക, അതും ഹുസ്നുൽ ഖാത്തിമത്തിന്റെ അടയാളമാണ്. അഞ്ചാമത്തത് സനാഉ ജമാഅത്തിൻ മിനൽ മുസ്ലിമീന അലൈഹി ബിൽ ഖൈരി ലിഹദീസ് അനസ് റളിയല്ലാഹു അൻഹു. എല്ലാവരും ആ മനുഷ്യനെ കുറിച്ച് നന്മ മാത്രം പറയുക. മരിച്ചപ്പോൾ എല്ലാവർക്കും ആ മനുഷ്യനെ കുറിച്ച് നന്മയാണ് പറയാനുള്ളത്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലൂടെ ഒരു ജനാസ കൊണ്ടുപോവുകയാണ്. ജനങ്ങളൊക്കെ ആ മയ്യത്തിനെ കുറിച്ച് നന്മ പറയുന്നു. എന്തൊരു മരണം, എന്തൊരു മുഖഭാവം, പുഞ്ചിരിച്ച മരണം എന്നൊക്കെ ആളുകൾക്ക് മുഴുവനും, ആയിരക്കണക്കായ ആളുകൾ മരിച്ച സമയത്ത് ഒരു നോക്ക് കാണാൻ വേണ്ടി വന്ന് കാണുന്ന ആളുകളൊക്കെ ആ മനുഷ്യൻ ചെയ്ത നന്മയെക്കുറിച്ച്, ആ മനുഷ്യൻ മരിച്ചു കിടക്കുന്ന ആ മുഖഭാവത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പുകഴ്ത്തുക. അതും ഹുസ്നുൽ ഖാത്തിമത്തിന്റെ അടയാളമാണ്. പിന്നീട് പറയാൻ പോകുന്നത് വമിൻ അലാമാത്തില്ലതി തുറാലൽ മയ്യിതി ബഅദ വഫാതിഹി, മരിച്ചതിന്റെ ശേഷം ഒരു മനുഷ്യനിൽ കാണുന്ന ഒരു അടയാളമുണ്ട്. അത് അൽ-ഇബ്തിസാമത്തു വലൽ വജ്ഹി, അൽ-ഇബ്തിസാമത്തു വലൽ വജ്ഹി, മുഖത്ത് കാണുന്ന പുഞ്ചിരിയാണ്, മുഖത്ത് കാണുന്ന പുഞ്ചിരിയാണ്. അതാണ് കരീം ഉസ്താദിൽ നമ്മൾ കണ്ടത്, അതാണ് കണ്ടത്. 84-ന്റെ പ്രായാധിക്യത്തിൽ പോലും, ക്യാൻസർ രോഗം പിടിപെട്ട് ആ സന്ദർഭത്തിൽ പോലും, സക്രാത്തുൽ മൗത്തിന്റെ ആ ഘട്ടത്തിൽ പോലും സ്വർഗം അങ്ങനെ കണ്ടിട്ട് പുഞ്ചിരിച്ച് മരിച്ച നമ്മുടെ നാടിൻ്റെ പ്രഥമ പൗരൻ, ഒന്നാമൻ, അദ്ദേഹത്തിൻ്റെ ഖബറും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഖബറും അങ്ങനെ തന്നെയാണ്. പുളിയാമ്പറമ്പിൻ്റെ ആ മെയിൻ ഗേറ്റ് കടന്ന് വലത്തെ ഭാഗത്തുള്ള ഒന്നാമത്തെ ഖബറായി. അതും ഒരു തൗഫീഖാണ്, അതും ഒരു നിയോഗമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ബഹുമാനപ്പെട്ട ഉസ്താദ് 84 വർഷം നീണ്ട ഒരു കാലയളവ്, യൗവനത്തിന്റെ പ്രസരിപ്പിന്റെ നല്ല ഒരു കാലഘട്ടം ദീനിന് വേണ്ടി ചെലവഴിച്ചു.
അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹം ചെയ്ത നന്മകളൊക്കെ അദ്ദേഹത്തിൽ ഖബറിൽ സന്തോഷിക്കും വിധം അള്ളാഹു മോനിസായി അദ്ദേഹത്തിന്റെ ഹദ്റത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. എന്തെങ്കിലുമൊക്കെ സല്ലാത്തുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും ക്ഷമയും പ്രദാനം ചെയ്യട്ടെ. സ്വർഗത്തിൽ ഉസ്താദിനോടൊപ്പം അള്ളാഹു നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.